ഈ സിസ്റ്റത്തിൻ്റെ ബ്രെയിനായിട്ട് ഒരു അർഡുയിനോ യൂനോ ബോർഡാണ് യൂസ് ചെയ്യണത്. ഇതെന്തെന്ന് അറിയാത്തവർക്ക് പറയാം. ഇതൊരു ചെറിയൊരു മൈക്രോ കമ്പ്യൂട്ടറാണ്. ഈ മൈക്രോ കമ്പ്യൂട്ടർ വെച്ച് സ്റ്റാറുകൾ ഈ 4 ചാനൽ റിലേ മൊഡ്യൂളിൽ കണക്ട് ചെയ്യും. റിലേ എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ സ്വിച്ചാണ്. ആ മെക്കാനിക്കൽ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അർഡുയിനോ. അപ്പോൾ അർഡുയിനോ ഒരു ടൈമർ, ആ ടൈമർ ഈ സ്വിച്ചുകളെ കൺട്രോൾ ചെയ്യും. അങ്ങനെ സ്റ്റാറുകൾ ഓരോന്നും ബ്ലിങ്ക് ചെയ്ത് കയറും. ഓക്കെ, ഇപ്പോൾ ഞാൻ വയറിങ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 3 ബൾബിൻ്റെയും ന്യൂട്രൽ ഒരുമിച്ച് കണക്ട് ചെയ്യുകയാണ്. അതാണ് ഈ 2 നീലയും ഒരു മഞ്ഞയും. ഈ 2 നീലയും ഒരു മഞ്ഞയും 3 ബൾബിൻ്റെ ന്യൂട്രലാണ്. ഇതിൻ്റെ ഫേസ് മാത്രം സെപ്പറേറ്റ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് 3 ഫേസ് വരും. ഇതൊരു കോമൺ ഫേസ്. ഇത് വന്നിട്ട് റിലേ ബോർഡിൽ കോമൺ ആയിട്ടെല്ലാം കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള 3 ബൾബിൻ്റെ ഫേസ്, ഈ ഒരു പച്ചയും ഈ ഒരു 2 റെഡും ഈ 3 ബൾബിൻ്റെയും ഫേസാണ്. ആ ഫേസ് ഈ റിലേൻ്റെ നോർമലി ഓപ്പണിൽ കൊടുത്തിരിക്കുകയാണ്. 3 റിലേൻ്റെ നോർമലി ഓപ്പണിൽ 3ൻ്റെയും ഫേസ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കോമൺ എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ഫേസ് കോമൺ ഇതായി ഇങ്ങനെ പോയിരിക്കുക. ഈ റിലേ ബോർഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അർഡുയിനോയിലെ 5 വോൾട്ടും ഗ്രൗണ്ടും ഈ റിലേ ബോർഡിലെ 5 വോൾട്ടും ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള 3 പിന്ന്, ഡിജിറ്റൽ പിന്ന് അർഡുയിനോ ബോർഡിൽ ഡിജിറ്റൽ പിന്നിലും കൊടുത്തിരിക്കുകയാണ്. ഇത് ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ കാണാം. ഇപ്പം ഞാൻ അർഡുയിനോ മാത്രമേ ഓൺ ചെയ്യണുള്ളൂ. അർഡുയിനോ ഓണായി, റിലേയും വർക്കാവുന്നുണ്ട്. ബൾബുകൾ കത്തിയിട്ടില്ല, കാരണം ഞാൻ ബൾബിനെ ഓൺ ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് ആണ്. ഇപ്പം ഞാൻ ബൾബ് ഓൺ ചെയ്യാൻ പോവാണ്. അർഡുയിനോ റിലേനെ കൺട്രോൾ ചെയ്യണം. റിലേ ഒരു സ്വിച്ചായിട്ട് വർക്കായിട്ട് ബൾബുകളെ കത്തിക്കുന്നു. ഈ പ്രോജക്റ്റിന് സഹായിക്കാൻ വേണ്ടി എനിക്ക് 2 അസിസ്റ്റൻ്റുമാരും കൂടെ ഉണ്ട്, കിച്ചുവും സച്ചുവും. ടാറ്റ പറഞ്ഞേ, ഹലോ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാറുകളെല്ലാം കെട്ടി മേലെ തൂക്കണം. അതിന് ഈ 2 പേരാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. ഇനി എൻ്റെ വയറിങ്ങിനെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് 3 സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 വയർ. ആ 3 സ്റ്റാറിനെ ന്യൂട്രൽ എടുത്ത് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മെയിൻ വയറിലേക്ക് പോവുകയാണ്. നമ്മുടെ മെയിൻ ഫേസ് അത് ഈ 3 റിലേൻ്റെയും കോമൺ പോർട്ടിൽ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഈ 3 സ്റ്റാറിൻ്റെയും ഫേസ് ഓരോ റിലേയിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, 3 സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഓരോ റിലേന് നോർമലി ഓപ്പൺ പോർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ റിലേ ബോർഡിനെ കൺട്രോൾ ചെയ്യേണ്ടതാണ് നമ്മുടെ അർഡുയിനോ. അതുകൊണ്ട് അർഡുയിനോയിൽ VCC ഗ്രൗണ്ട് പിന്നും ഇതിൽ VCC ഗ്രൗണ്ടിൽ കൊടുക്കുക. ബാക്കി വരുന്ന 3 ഡിജിറ്റൽ പിന്നുണ്ട്, ഈ 3 റിലേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള. ആ 3 പിന്നും ഇതിൽ 1, 2, 3 എന്നുള്ള പിന്നിൽ പരസ്പരം കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ അർഡുയിനോ ബോർഡ് പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരു അർഡുയിനോ ബോർഡ് എടുക്കുക, ഒരു കമ്പ്യൂട്ടറോട് കണക്ട് ചെയ്യുക. എന്നിട്ട് അർഡുയിനോയുടെ IDE എന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലെങ്ങനെ ചെയ്യണം ഇപ്പം ഞാൻ കാണിച്ചു തരാം. അർഡുയിനോ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് arduino.cc എന്ന സൈറ്റിൽ പോയിട്ട് അർഡുയിനോയുടെ IDE എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ഈ ഒരു ഫയൽ 8 ചാനൽ റിലേ മൊഡ്യൂൾ എന്ന ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ആ ഫയൽ ഇവിടെ വരും. അർഡുയിനോ IDE ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫയൽ ഈ ഒരു ഐക്കൺ രീതിയിലാണ് വരുന്നത്. ആ ഐക്കൺ ഓപ്പൺ ചെയ്യുക. അർഡുയിനോ IDEയിൽ ഇപ്പോൾ ഈ കോഡ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇത് 3 സ്റ്റാർ അല്ല, 8 സ്റ്റാർ വരെ ഈ കോഡ് ഉപയോഗിച്ച് 8 ചാനൽ റിലേയിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയും ഇത് ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആദ്യം ടൂൾസിൽ പോയി പോർട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഒന്നും കൂടി ടൂൾസിൽ പോയിട്ട് ബോർഡ് ഏതാണെന്നുള്ളത് ഈ ബോർഡിൻ്റെ ലിസ്റ്റ് ചെയ്യുന്ന അർഡുയിനോ യൂനോ സെലക്ട് ചെയ്യുക. ഈ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അർഡുയിനിലേക്ക് ഈ കോഡ് അപ്ലോഡ് ആവും. ഇപ്പോൾ ഈ അർഡുയിനോ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് പവർ ചെയ്യണം. പവർ ചെയ്യാൻ 2 മെത്തേഡുണ്ട്. ഒന്നെങ്കിൽ ഒരു DC 12 വോൾട്ടോ 9 വോൾട്ടോ പവർ സപ്ലൈ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു USB കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ DC അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ റിലേസ് ഓണാവും. സിസ്റ്റം ഫുൾ ഓണായിരിക്കുന്നു. റിലേ വർക്കാണ് ഇൻഡിക്കേഷനാണ് ഈ 3 ലൈറ്റ് കത്തണം. ഈ 3 ലൈറ്റ് കത്തുന്ന സെയിം പാറ്റേണിലാണ് സ്റ്റാറും കത്തുന്നത്. അതിപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ എന്താ 3 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. 1, 2, 3. ഇനിയും രാത്രിയാകുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം, ബൈ.